മനോഹരമായിട്ടുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല വരുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കടുത്തായിട്ടാണ്. 6 സെൻറ്റ് സ്ഥലത്ത് 2900 സ്ക്വയർ ഫീറ്റിലാണ് വില്ല നിർമ്മിച്ചിരിക്കുന്നത്. 13 വില്ലകളാണ് ഇപ്പോൾ ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിലൊരു വില്ലയുടെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു യൂട്യൂബിലെ വീഡിയോയിലേക്ക് സ്വാഗതം. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ വില്ല വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള എലവേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കണ്ടംപററി ഡിസൈനിലാണ് വീട് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും ഏകദേശം ഒരു 4 കിലോമീറ്റർ അകലത്തിലായിട്ടാണ് ഈ വില്ല വരുന്നത്. 13 വില്ലകളാണ് ഇവിടെ ഉള്ളത്. അതിൽ കുറച്ച് വില്ലകൾ ഓൾറെഡി സോൾഡ് ഔട്ടാണ്. ഇപ്പോൾ നമ്മൾ ഈ വില്ല 6 സെൻറ്റ് സ്ഥലത്ത് 2900 സ്ക്വയർ ഫീറ്റിലുള്ള മനോഹരമായിട്ടുള്ള വില്ലയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. വില്ലകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം വില്ലകളുടെ നിർമ്മാണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല. ബസ് റൂട്ടിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു 800 മീറ്ററാണ് വരുന്നത്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് വലിയ ബാൽക്കണി നൽകിയിരിക്കുന്നു. ഈ ഭാഗത്ത് വലിയ ബാൽക്കണി കാണാം. 2 ബാൽക്കണികളാണ് ഇവിടെ വരുന്നത്. ഒരു ഓപ്പൺ ബാൽക്കണിയും ഒരു കവേർഡ് ബാൽക്കണിയും വരുന്നുണ്ട്. കവേർഡ് ബാൽക്കണിയുടെ മുകളിലായിട്ട് ലൂവർ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ മുകളിലേക്ക് UPVC വിൻഡോ നൽകിയിരിക്കുന്നു. മനോഹരമായിട്ടുള്ള ഒരു വിൻഡോ തന്നെയാണ് ഈ നൽകിയിരിക്കുന്നത്. ടെക്സ്ചർ വർക്കുകളാണ് ആ ഭിത്തിയിൽ നൽകിയിരിക്കുന്നത്. വില്ലയിലേക്ക് വരുമ്പോൾ വലിയ റോഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഏകദേശം 4 മീറ്റർ വിഡ്ത്തുള്ള റോഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അവിടെ എല്ലാം ഇൻ്റർലോക്കിംഗ് ബ്രിക്സുകൾ നൽകിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെയാണ് മുറ്റം വരുന്നത്. മുറ്റത്ത് വരുന്നത് കോബിൾ സ്റ്റോൺസ് ആണ് മുറ്റത്ത് നൽകിയിരിക്കുന്നത്. ഇവിടെ കാർ പോർച്ച് നൽകിയിരിക്കുന്നു. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന സൗകര്യമാണ് വീട്ടിലൊരുക്കിയിരിക്കുന്നത്. ഇതാണ് കാർ പോർച്ച്. കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വലിയൊരു വാഹനം നമുക്കിവിടെ പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്ലാന്റർ ബോക്സ് നൽകിയിട്ടുണ്ട്. അവിടെ എല്ലാം ചെടികളെല്ലാം വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കൊരു കോർട്ട്യാർഡ് സ്പേസ് ആണ് വരുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് ഈ ഭാഗത്തേക്ക് ഇറങ്ങുന്നത്. ഇവിടെ കോർട്ട്യാർഡ് സ്പേസ് കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ സ്പേസ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെ ക്ലാഡിംഗ് ടൈലുകൾ നൽകിയിട്ടുണ്ട്. ചെറിയൊരു ഫൗണ്ടൻ ഇവിടെ നൽകിയിരിക്കുന്നു. വീടിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയും നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും കോബിൾ സ്റ്റോൺസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും ചെറിയ പ്ലാന്റർ ബോക്സ് സജ്ജീകരിച്ചിരിക്കുന്നത് കാണാം. ഇവിടെ എല്ലാം പെബിൾസ് നിരത്തിയിട്ടുണ്ട്. ഏകദേശം 2 മീറ്റർ സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ കിണർ വെള്ളം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ KWA വാട്ടർ കണക്ഷനും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്കാണ് വരുന്നത്. അകത്തേക്ക് വരുമ്പോൾ വലിയ സ്റ്റെപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകളിൽ ഫുൾ ബോഡി ടൈല് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വന്നാൽ നമുക്കൊരു പ്ലാന്റർ ബോക്സ് കൊടുത്തിരിക്കുന്നതായി കാണാം. ഇവിടെ വലിയ ഒരു ജനലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ലോവർ ഡിസൈൻ പാറ്റേണുകൾ കൊടുത്തിട്ടുണ്ട്. സിലിണ്ടറിക്കൽ LED ലൈറ്റുകളും കൊടുത്തിരിക്കുന്നു. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഈ ഡോറാണ്, മെയിൻ ഡോർ. വലിയ ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വലിയ ഭംഗിയുള്ള ഡോറ് നൽകിയിരിക്കുന്നു. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കയറി വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. ഇതാണ് ലിവിങ് സ്പേസ്. ഇവിടെ വലിയ കർട്ടനുകൾ നൽകിയിട്ടുണ്ട്. ഇത് ജനലാണ്, നമ്മൾ കണ്ട ജനലാണ്. ഇവിടെ ബ്ലാക്ക് ഔട്ട് കർട്ടന് കൊടുത്തിട്ടുണ്ട്. ഷിയർ കർട്ടൻസും നൽകിയിരിക്കുന്നു. ഈ ഭിത്തിയിൽ നമുക്ക് ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുന്നതായി കാണാം. ഇതാണ് TV യൂണിറ്റ്. നമുക്ക് ഡൈനിങ് സ്പേസിൽ നിന്നും ഇരുന്ന് കാണത്തക്ക രീതിയിലാണ് TV യൂണിറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. താഴെ സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ക്യൂരിയോ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിലാണ് ലിവിങ് സ്പേസ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഷാൻലിയറും മുകളിൽ നൽകിയിട്ടുണ്ട്. ലിവിങ് സ്പേസിൽ നിന്ന് നമ്മളിനി നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. വളരെ വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് തന്നെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നോക്കിയാൽ അറിയാം, മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. കോബ് ലൈറ്റിംഗ് ആണ് ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഗോൾഡൻ സ്ട്രിപ്പുകൾ ഈ ഫോൾ സീലിങ്ങിൽ കൊടുത്തിരിക്കുന്നതായി കാണാം. അത് നല്ല മനോഹരമായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെയും കർട്ടൻ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട നോക്കിയാൽ അറിയാം, ആ ഫൗണ്ടൻ ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഇത് UPVC വിൻഡോയാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ
ആ ഫൗണ്ടനിൻ്റെ ആ ഭാഗത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ്. ഇവിടെയാണ് കിച്ചൺ വരുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. ഇവിടെ ക്രോക്കറി ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. ടിൻറ്റഡ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തും അതുപോലെ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ LED ഇവിടെ കൊടുത്തിരിക്കുന്നതായി കാണാം. ഇതാണ് കിച്ചൺ, ഓപ്പൺ കൺസെപ്റ്റിൽ കിച്ചൺ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ, 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇനി കിച്ചണിലേക്ക് വരാം. വലിയ കിച്ചൺ, നല്ല എലഗൻ്റായിട്ട് നിർമ്മിച്ച ഒരു കിച്ചൺ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നതായി കാണാം. എൽ ഷേപ്പിലാണ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. ഒരുപാട് സജ്ജീകരണങ്ങളൊക്കെ ഉള്ള വലിയ വാഷ് ബേസിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ പ്രൊഫൈൽ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്യുവർ ഫ്ലെയിംസിൻ്റെ ഒരു ഫുഡും ഹോബും ഇവിടെ നൽകിയിരിക്കുന്നു. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ധാരാളം കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത ഭംഗിയുള്ളൊരു കിച്ചൺ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആവുന്നത്. ഇതാണ് വർക്ക് ഏരിയ സ്പേസ്. പുറത്തേക്ക് നോക്കിയാൽ അറിയാം ഒരു വർക്ക് ഏരിയ സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഡൈനിങ് സ്പേസിൻ്റെ ഒരു ഭാഗം വാഷ് കൗണ്ടറാണ്. ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് തന്നെ അവിടെ നമുക്ക് നൽകിയിരിക്കുന്നതായി കാണാം. വലിയൊരു വാഷ് ബേസിൻ ഏരിയയാണ് ഇവിടെ വരുന്നത്. അത് നമുക്ക് ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് മാറിയൊരു ഭാഗത്താണ് നൽകിയിരിക്കുന്നത്. വലിയൊരു മിറർ നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭിത്തിയിൽ മുഴുവൻ ടൈലുകൾ ഒട്ടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ബെഡ്റൂമിൻ്റെ ഡോറ് നൽകിയിരിക്കുന്നത് വുഡിലാണ്. ഇതാണ് ബെഡ്റൂം. വലിയ വിശാലമായിട്ടുള്ള ബെഡ്റൂം തന്നെ നൽകിയിട്ടുണ്ട്. ഫുള്ളി കട്ടൺ വർക്കുകളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സൈഡ് ടേബിളുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതൊരു ബേബിൻ്റെ കൺസെപ്റ്റിലാണ് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം നമുക്കിങ്ങനെ കർട്ടൻസാണ്, നമുക്ക് ഉയർത്താവുന്നതാണ്. ഇവിടെ വലിയ വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. സെൻട്രൽ ഭാഗത്ത് ക്യൂരിയോ സ്പേസാണ് നൽകിയിരിക്കുന്നത്. വാർഡ്രോബിൽ നിന്ന് കുറച്ച് മാറിയായിട്ട് വലിയൊരു മിറർ നൽകിയിരിക്കുന്നു. ഒരു ഡ്രസ്സിങ് യൂണിറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ഡോറ് ഫൈബറിലാണ് നൽകിയിരിക്കുന്നത്. വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിരിക്കുന്ന ഒരു വലിയ ബാത്റൂമാണ്. ബ്ലാക്ക് കളറിലുള്ള ക്ലോസറ്റും അതിൻ്റെ ഫിറ്റിങ്സുകളും സാനിറ്ററി ഫിറ്റിങ്സുകളുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. ഇങ്ങോട്ട് കയറി വന്നാൽ നമുക്കറിയാം, കയറി വന്നാൽ നമുക്കറിയാം വലിയ ഒരു മിററും അതിൻ്റെ സെറ്റിങ്സുകളെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ ഒരു വാഷ് ബേസിനും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. സൈഡ് ടേബിളുകൾ ഇവിടെയും സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഭാഗത്തും ജനൽ. ഇവിടെ വലിയ ഒരു വിൻഡോ, നമ്മൾ നേരത്തെ കണ്ടതാണ്, പുറത്തുനിന്ന് കണ്ട വിൻഡോയാണ് ആ UPVC വിൻഡോ. ഇവിടെ വലിയ വാർഡ്രോബ് ചെയ്തിരിക്കുന്നു. ഇവിടെയാണ് സെപ്പറേറ്റ് ആയിട്ടൊരു മിറർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബാത്റൂം വരുന്നുണ്ട്. ഭംഗിയുള്ളൊരു ബാത്റൂം തന്നെ. നേരത്തെ കണ്ട ആ ബാത്റൂമിൻ്റെ അതേപോലെ തന്നെയുള്ള ഫിറ്റിങ്സുകൾ നല്ലതാണ്. ഇവിടെ പക്ഷേ വൈറ്റ് കളറിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. സ്റ്റെപ്പിനടിയിലായിട്ട് ചെറിയൊരു സ്പേസ്, നമുക്കൊരു കോർട്ട്യാർഡ് സ്പേസ് പോലെ ഇവിടെ അവൈലബിൾ ആവുന്നുണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ ഒരു ഭാഗത്തു നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡിലാണ് നൽകിയിരിക്കുന്നത്. സ്റ്റഫൻഡ് ഗ്ലാസ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് വരുന്നത് വുഡിലാണ്. സ്റ്റെപ്പ് കയറി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഇരിക്കാവുന്ന ഒരു സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അത് കർട്ടൻ ഉപയോഗിച്ചിട്ട് മറച്ചിട്ടുണ്ട്. നമുക്ക് അപ്പർ ലിവിങ് സ്പേസ് നോക്കാം. സ്റ്റെപ്പ് കയറി നമ്മൾ വരുന്നത് നേരെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. വലിയ വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസ് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടില്ലേ, ആ ലിവിങ് സ്പേസിൻ്റെ മുകളിലുള്ള ഡബിൾ ഹൈറ്റാണ് ഇവിടെ നമുക്ക് ഒരു ഷാൻഡിയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗം വലിയ വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. നല്ലൊരു TV യൂണിറ്റ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് സ്പേസൊക്കെ ഉള്ള വലിയൊരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. 2 ബെഡ്റൂമുകളാണ് മുകളിലത്തെ നിലയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം. മുകളിലത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂമാണിത്. സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബെഡ്റൂം തന്നെ. ഫിറ്റിങ്സുകളെല്ലാം സെയിം തന്നെയാണ്. ആ ബേ വിൻഡോ, ഇവിടെ വാർഡ്രോബ്, അതുപോലെ തന്നെ 2 ജനലുകൾ, കർട്ടൻ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആ മിററും കൊടുത്തിരിക്കുന്നു. ഈ ബാത്റൂമാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. വലിയ ബാത്റൂം, വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബാത്റൂം തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ക്ലോസറ്റ്, ഇവിടെ നല്ല വലിയ ബാത്റൂം വേണമെന്ന ആഗ്രഹമുള്ളവർക്ക് വലിയൊരു ബാത്റൂം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നു. വലിയൊരു മിറർ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാനിറ്റി കൗണ്ടറൊക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക്
നാലാമത്തെ ബെഡ്റൂമാണ്. നാലാമത്തെ ബെഡ്റൂം ഈ സ്പേസിലാണ് വരുന്നത്. ഇതാണ് ആ ബെഡ്റൂം. ഇവിടെ വാർഡ്രോബ് കാണാം. നേരെ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് വാർഡ്രോബ്. ഇവിടെ വലിയ വിൻഡോ, ആ UPVC വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും വാർഡ്രോബ്, കർട്ടൻ ഇട്ട വിൻഡോകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് ബാത്റൂം. സെയിം ഫിനിഷിങ് തന്നെയുള്ള ബാത്റൂം. നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അത്ര വലിപ്പമില്ല. താഴത്തെ നിലയിൽ കണ്ട ബാത്റൂമിൻ്റെ സെയിം വലിപ്പത്തിൽ തന്നെയാണ് ഈ ബാത്റൂം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇനി കാണാൻ പോകുന്നത് ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ ഒരു ബാൽക്കണിയും. യൂട്ടിലിറ്റി സ്പേസ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. കോൺക്രീറ്റിൽ തന്നെയാണ് ഈ ഏരിയ ചെയ്ത് എടുത്തിരിക്കുന്നത്. നമുക്കൊരു സ്റ്റഡി റൂമായിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. രണ്ട് വശത്തും ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ബാൽക്കണി കൂടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബാൽക്കണി വിശാലമായിട്ടുള്ളതാണ്. ഒരു കവേർഡ് സ്പേസും ഒരു ഓപ്പൺ സ്പേസും അടങ്ങുന്നതാണ് ബാൽക്കണി. ഇതാണ് ബാൽക്കണിയിലേക്കുള്ള ഡോറ്. ഇതാണ് കവേർഡ് സ്പേസ്. ഇവിടെ ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. വെള്ളം 6 സെൻറ്റ് സ്ഥലത്ത് 2900 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വളരെ ഭംഗിയുള്ള ഒരു വീടിൻ്റെ വീഡിയോയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. വീട് വരുന്നത് കളമശ്ശേരിക്ക് അടുത്തായിട്ടാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 4 കിലോമീറ്ററാണ് ദൂരം. ആലുവയിലേക്ക് ഏകദേശം ഒരു 6 കിലോമീറ്റർ ദൂരമുണ്ട്. ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററാണ് ദൂരം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ, നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് ഈ വില്ല വരുന്നത്. ഈ വില്ല ഫർണിഷ്ഡ് ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ്, സെമി ഫർണിഷ്ഡ് ആയിട്ടും അവൈലബിൾ ആണ്. ഫർണിഷ്ഡ് ആയിട്ടാണെങ്കിൽ 1,52,00,000 രൂപയാണ് ഈ വീടിന് ആവശ്യപ്പെടുന്നത്. ഇനി സെമി ഫർണിഷ്ഡ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ 1,42,00,000 രൂപയാണ് ഈ വീടിൻ്റെ വില. അപ്പോൾ ഇതുപോലെയുള്ള ധാരാളം വീടുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. കുറച്ച് വീടുകൾ ഓൾറെഡി സോൾഡ് ഔട്ടാണ്. 1,25,00,000 രൂപ മുതലുള്ള വീടുകൾ നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട്. അപ്പോൾ ആ വീടുകളെക്കുറിച്ച് കൂടുതൽ അറിയാനും വീട് കാണാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.